ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രഭാത് കുമാർ മുഖോപാധ്യായ എഴുതിയ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന മനോഹരമായ കഥയെക്കുറിച്ചാണ്. ഈ കഥ മനുഷ്യബന്ധങ്ങളുടെ ആഴവും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മനുഷ്യരിലുണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനത്തെയും വ്യക്തമാക്കുന്നു. നമുക്ക് കഥാപാത്രങ്ങളിലൂടെ കഥയിലേക്ക് കടക്കാം. കഥാനായകൻ മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണ്. ലണ്ടനിലെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹം മാഗിയെ കണ്ടുമുട്ടുന്നത്. വളരെ ദയയും സഹാനുഭൂതിയുമുള്ള ഒരു വ്യക്തിയാണദ്ദേഹം. മാഗിയുടെയും അമ്മയുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു. മാഗിക്ക് ഏകദേശം 13-14 വയസ്സാണ് പ്രായം. അവൾ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. അവളുടെ മുതിർന്ന സഹോദരൻ ഇന്ത്യയിലൊരു പട്ടാളക്കാരനാണ്. അവളൊരു ടൈപ്പിസ്റ്റായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ ജോലി അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മയോടും സഹോദരനോടും അവൾക്ക് അതിയായ സ്നേഹമുണ്ട്. തന്റെ സഹോദരനു വേണ്ടി അവൾ ചെയ്യുന്ന ത്യാഗമാണ് ഈ കഥയുടെ കാതൽ. മിസ്സിസ് ക്ലിഫോർഡ്. മാഗിയുടെ അമ്മയാണ് മിസ്സിസ് ക്ലിഫോർഡ്. അവർക്ക് ഫ്രാങ്ക് എന്നൊരു മകൻ കൂടിയുണ്ട്. മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ കാരണം അവർ എപ്പോഴും ദുഃഖിതയായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഫ്രാങ്ക് മാഗിയുടെയും മിസ്സിസ് ക്ലിഫോർഡിന്റെയും മകനാണ് ഫ്രാങ്ക്. അദ്ദേഹം ഇന്ത്യയിലൊരു പട്ടാളക്കാരനായിരുന്നു. കഥാസംഗ്രഹം. കഥാനായകൻ ലണ്ടനിലെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മാഗിയെ ശ്രദ്ധിച്ചു. മാഗി കാഷ്യറോട് കഥാനായകനെപ്പറ്റി അന്വേഷിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കി. മാഗി ശനിയാഴ്ചകളിൽ മാത്രമാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ വരാറുള്ളതെന്നും അവൾ സാമ്പത്തികമായി പിന്നോട്ടാണെന്നും റെസ്റ്റോറന്റിലെ പരിചാരികയിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അടുത്ത ശനിയാഴ്ച കഥാനായകൻ വീണ്ടും അവിടെ ചെന്ന് മാഗിയുമായി സംസാരിച്ചു. മാഗിയുടെ സഹോദരൻ ഇന്ത്യയിൽ പട്ടാളക്കാരനാണെന്നും കുറേ കാലമായി അവൻ ഒരു വിവരവുമില്ലെന്നും അതിനാൽ അമ്മ വളരെ ദുഃഖിതയാണെന്നും മാഗി അദ്ദേഹത്തോട് പറഞ്ഞു. തുടർന്ന് മാഗിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് പോവുകയും മാഗിയുടെ അമ്മയെ കാണുകയും ചെയ്തു. മാഗിയുടെ അമ്മയ്ക്ക് ഇന്ത്യയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഇന്ത്യ അപകടം നിറഞ്ഞ സ്ഥലമാണെന്നും നിറയെ കടുവകളും പാമ്പുകളും പനികളുമുണ്ടെന്നും അവർ വിശ്വസിച്ചു. കഥാനായകൻ അവരെ സമാധാനിപ്പിക്കുകയും ഇന്ത്യയെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. ഫ്രാങ്കിന്റെ ഒരു ചിത്രം കണ്ടപ്പോൾ മാഗിയുടെ അമ്മ ഫ്രാങ്കിന് ഒരു യോഗി കൊടുത്ത മോതിരത്തെക്കുറിച്ച് പറഞ്ഞു. ആ മോതിരത്തിൽ നോക്കിയാൽ ഫ്രാങ്കിനെ കാണാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് മനസ്സിലായെങ്കിലും മാഗിയുടെയും അമ്മയുടെയും വിശ്വാസങ്ങളെ തകർക്കാൻ കഥാനായകൻ തയ്യാറായില്ല. പിന്നീട് മിസ്സിസ് ക്ലിഫോർഡിന് അസുഖം വന്നപ്പോൾ മാഗി കഥാനായകനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഫ്രാങ്കിനെക്കുറിച്ച് മോതിരത്തിൽ നോക്കി ഒരു നല്ല വാർത്ത പറയണമെന്ന് മാഗി കഥാനായകനോട് അഭ്യർത്ഥിച്ചു. മാഗിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്യാൻ തീരുമാനിച്ചു. മാഗിയുടെ അമ്മയോട് അദ്ദേഹം ഫ്രാങ്ക് ജീവനോടെയും സുരക്ഷിതനായുമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മിസ്സിസ് ക്ലിഫോർഡ് സുഖം പ്രാപിക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഫ്രാങ്ക് അതിർത്തിയിലെ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്നറിയിച്ചുകൊണ്ട് മാഗി കഥാനായകന് കത്തയച്ചു. മാഗിയോട് അമ്മയോട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ ദിവസത്തിനു കുറച്ചു മുൻപ് തന്നെ ഫ്രാങ്ക് മരിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. താൻ പറഞ്ഞ നുണ കാരണം മാഗിയെയും അമ്മയെയും അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നി. ലണ്ടനിലെ അവസാന ദിവസം മാഗി അദ്ദേഹത്തെ കാണാൻ വന്നു. ഫ്രാങ്കിനെ ദെറാ ഗാസി ഖാനിലെ ഫോർട്ട് മുൺട്രോയിലാണ് അടക്കം ചെയ്തതെന്നും ഇന്ത്യയിലെത്തിയാൽ ഫ്രാങ്കിന്റെ ശവകുടീരം സന്ദർശിക്കാമെന്നും അദ്ദേഹം മാഗിക്ക് ഉറപ്പു നൽകി. തുടർന്ന് മാഗി ഒരു ഷില്ലിംഗ് അദ്ദേഹത്തിന് നൽകി. ആ ഷില്ലിംഗ് ഉപയോഗിച്ച് ഫ്രാങ്കിന്റെ ശവകുടീരത്തിൽ പൂക്കൾ വയ്ക്കാൻ മാഗി ആവശ്യപ്പെട്ടു. ആ ഷില്ലിംഗ് തിരികെ കൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും സഹോദരനോടുള്ള സ്നേഹം കാരണം അവൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ സന്തോഷം അവൾക്ക് നൽകാൻ വേണ്ടി അദ്ദേഹം അത് വാങ്ങി. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യബന്ധങ്ങളിൽ വിശ്വാസവും സ്നേഹവുമാണ് ഏറ്റവും പ്രധാനമെന്നാണ്. ഒരു ചെറിയ നുണ പോലും ഒരു വലിയ ദുഃഖത്തിൽ നിന്നും ഒരാളെ രക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഒരു ചെറിയ പ്രവൃത്തി പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകും. മാഗി നൽകിയ ആ ഷില്ലിങ്ങിന്റെ വില വെറുമൊരു നാണയത്തിന്റെ വിലയല്ല, മറിച്ച് സഹോദരനോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ വിലയാണ്. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പേര് വന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.